അപ്പോൾ ഞാൻ നിങ്ങളോട് സ്റ്റെമർ ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് പറയുകയാണ്. ഓയിൽ മസാജിന് ശേഷം അല്ലെങ്കിൽ ഹെസ്പിന് ശേഷം സ്റ്റെമർ നൽകാം. ഇത് ഉൽപ്പന്നത്തിന്റെ ആഴത്തിലുള്ള പാനിട്രേഷൻ നടത്താൻ സഹായിക്കും. നമ്മുടെ ഹുഡ് സ്റ്റെമർ ഈ രീതിയിലാണ് ഉപയോഗിക്കുന്നത്. സ്റ്റീമർ. ഇത് നമ്മുടെ സ്റ്റീമർ ആണ്. ഞങ്ങൾ ഇതിനകം പ്ലഗ് ഇൻ ചെയ്ത് ഓൺ ചെയ്തിട്ടുണ്ട്. പല സ്റ്റീമറുകളിലും ടൈമർ ഉണ്ടാകും. നിങ്ങൾ ഈ ഉപകരണത്തിൽ ടൈമർ കാണാം. നിങ്ങൾക്ക് ടൈമർ എത്ര സമയത്തേക്കാണോ വേണ്ടതെന്ന് നിശ്ചയിച്ച് 5 മിനിറ്റ്, 10 മിനിറ്റ്, 15 മിനിറ്റ് തുടങ്ങിയ ഇഷ്ടാനുസൃത സമയദീറ്റങ്ങൾക്ക് സജ്ജീകരിക്കാം. ചില ഉപകരണങ്ങളിൽ ഈ ടൈമർ ഫംഗ്ഷൻ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ അല്ലെങ്കിൽ വാച്ച് ഉപയോഗിച്ച് സമയം നോട്ട് ചെയ്യാം. അങ്ങനെ ചെയ്യാം. സമയത്ത് ഞാൻ നിങ്ങളെ ഒരു കാര്യവും കൂടി അറിയിക്കാം. ഇത് വളരെ പ്രധാനമാണ്. ഇതിൽ നാം വെള്ളം ഉപയോഗിക്കുന്നു. വെള്ളം വകസ് ഒഴിക്കണം. നാം ഒഴിക്കുന്ന വെള്ളം പല സ്റ്റീമറുകളിൽ താഴെ ഭാഗത്തുനിന്നാണ്, ചില സ്റ്റീമറുകളിൽ മുകളിൽ ഭാഗത്തുനിന്നും. അതിനാൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. നിങ്ങൾ സ്റ്റീമറിലേക്ക് വെള്ളം ഒഴിക്കുമ്പോൾ ശൂരാകരിക്കണം. നിങ്ങൾ നിങ്ങളുടെ പ്ലഗ് അല്ലാതെ വെള്ളം ഒഴിച്ചതിന് ശേഷം, അതായത് ടാങ്ക് നന്നായി റിഫിൽ ചെയ്തതിന് ശേഷം ഇത് പ്ലഗ് ചെയ്യണം. ആദ്യം നിങ്ങൾ പ്ലഗ് ചെയ്യില്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം. നിങ്ങളുടെ ഒരു സ്റ്റീമറിന്റെ വെള്ളത്തിന്റെ നിലയും ശ്രദ്ധിക്കണം. വെള്ളത്തിന്റെ നില പരമാവധി ഈ വരി കാണുന്നിടത്തോളം വേണം. പല സ്റ്റീമറുകളിലും താഴെ ഭാഗത്ത് ബൗൾ ഉണ്ടാകും, വാട്ടർ ബൗൾ. അതിലും പലപ്പോഴും ഒരു വരി ഉണ്ടാകും അല്ലെങ്കിൽ ചുവപ്പ് വരി ഉണ്ടാകും. ആ വരിക്ക് താഴെ മാത്രം വെള്ളം വയ്ക്കണം, അതിനു മുകളിൽ പോകരുത്. അതിനാൽ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. എപ്പോഴെങ്കിലും നിങ്ങൾ വെള്ളം ഒഴിക്കുമ്പോൾ ഏതെങ്കിലും മറ്റൊരു തരത്തിലുള്ള വെള്ളം ഒഴിക്കരുത്. നിങ്ങൾ ഡിജിറ്റൽ വെള്ളം മാത്രം ഉപയോഗിക്കണം. അതിന്റെ കാരണം എന്താണെന്ന് നിങ്ങളുടെ ഒരുപക്ഷേ ജലം അകത്ത് ചെന്നാൽ അത് ജാം ആകാം, അല്ലെങ്കിൽ നിങ്ങളുടെ യന്ത്രങ്ങൾ തകരാം. ഡിസ്റ്റിൽഡ് വാട്ടർ ചേർത്താൽ പ്രശ്നങ്ങൾ ഇല്ല. ഡിസ്റ്റിൽഡ് വാട്ടർ നിങ്ങൾക്ക് ഏതെങ്കിലും ഹാർഡ്വെയർ ഷോപ്പിൽ നിന്ന് ലഭിക്കും, അല്ലെങ്കിൽ ബാറ്ററി ലഭ്യമാക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് ലഭിക്കും. അതിനാൽ ബാറ്ററി ഷോപ്പിൽ ലഭിക്കും, ഹാർഡ്വെയർ ഷോപ്പിൽ ലഭിക്കും. അതിനാൽ ഡിസ്റ്റിൽഡ് വാട്ടർ നിങ്ങൾ അവിടെ നിന്ന് വാങ്ങുക. ഈ രീതിയിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യണം. നമുക്ക് ഇതിൽ ഇപ്പോൾ കൂടുതൽ വെള്ളം ചേർക്കേണ്ടതില്ല, അല്ലേ? അപ്പോൾ ഇത് പൂർത്തിയായി. ഇത് ഇപ്പോൾ പ്ലഗ് ചെയ്തിരിക്കുന്നു. നാം കാത്തിരിക്കും. ഞങ്ങൾ ഹെഡ് ഇതിന്റെ അകത്ത് വെച്ചു. നിങ്ങളുടെ സ്റ്റെമർ ഇങ്ങനെ സജ്ജീകരിക്കണം. അതിന്റെ ഹെഡ് ശരിയായി അകത്തേക്ക് പോകണം. അധികം അകത്തേക്ക് ഇടേണ്ട, കുറച്ച് മുകളിൽ നിന്നും വലത്തേക്ക് മാത്രം വയ്ക്കണം. നിങ്ങൾ സ്റ്റീം നൽകുമ്പോൾ 5 മിനിറ്റ് ആകട്ടെ 10 മിനിറ്റ് ആകട്ടെ, നിങ്ങളുടെ സാന്നിധ്യം വളരെ പ്രധാനമാണ്. നിങ്ങൾ അവിടെ തന്നെ ഉണ്ടാകണം. ചിലപ്പോൾ നിങ്ങളുടെ ഹോട്ട് വാട്ടർ ഡ്രോപ്പ് ചെയ്യാൻ തുടങ്ങും. അത് നിങ്ങളുടെ മുഖത്തോ ക്ലയന്റിന്റെ വസ്ത്രത്തിലോ വീഴാം. അതിനാൽ നിങ്ങൾ മുഴുവൻ സമയവും അവിടെ തന്നെ ഉണ്ടെന്ന് ഉറപ്പാക്കുക, മറ്റെവിടെയെങ്കിലും പോകരുത്.